കോഴിക്കോട് എലത്തൂരിലെ യുവതിയുടെ കൊലപാതകത്തിൽ പ്രതി വൈശാഖനുമായി പോലീസിന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മാളിക്കടവിലെ ഇൻഡസ്ട്രിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിൽ കുറ്റബോധമുണ്ടായി എന്നും ഒരുമിച്ച് മരിക്കാൻ തന്നെയായിരുന്നു പദ്ധതിയുമെന്നാണ് വൈശാഖൻ തെളിവെടുപ്പിനിടെ പറഞ്ഞത്. ഞങ്ങള് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. കുറ്റബോധമുണ്ട്. എനിക്ക് മരിക്കാൻ സാധിച്ചില്ല. അതിലും കുറ്റബോധമുണ്ട്. കൊലപാതകമല്ലായിരുന്നു. ഞങ്ങൾ രണ്ടാളും സൂയിസൈഡ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. ഞങ്ങൾ സൂയിസൈഡ് ചെയ്യാന്നായിരുന്നു തീരുമാനിച്ചത്. കൊലപാതകമല്ലായിരുന്നു. ഞങ്ങൾ രണ്ടാളും സൂയിസൈഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചായിരുന്നു. ഞാൻ മരിച്ചില്ല, അവിടെ മരിച്ചു. വൈശാഖിന്റെ ഭാര്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുണ്ടോ? അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ. അതേസമയം യുവതിയുമായുള്ള ബന്ധം ഭാര്യ അറിയാതിരിക്കാനാണ് കൊലപാതകമെന്ന പ്രതിയുടെ വാദം പൊളിയുകയാണ്. ഭാര്യയ്ക്കൊപ്പം മൃതദേഹം കാറിൽ കയറ്റുന്നതിന്റെ നിർണായക CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. ഷഹദ് റഹ്മാനാണ് വിവരങ്ങളുമായുള്ളത്. ഷഹദ്, ഇപ്പോൾ ഇതൊരു കൊലപാതകമായിരുന്നു, ഭാര്യ അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊലപാതകം എന്നാണോ പോലീസിന് അറിയാനായിട്ടുള്ളത്? ഇയാൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ പറയുന്നത്. പ്രതി ഈ വിഷയത്തിൽ കുറെ കൂടി വ്യക്തതകൾ കൈവരേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും ഈ വൈശാഖൻ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന കാര്യത്തിൽ വളരെ വ്യക്തമാണ്. കാരണം വൈശാഖന്റെ മൊഴി ഇതിനോടകം തന്നെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പോലീസ് പ്രധാനമായിട്ടും നോക്കുന്നത് ഈ കൊലപാതകവും അത് തുടർന്ന് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളും അതൊക്കെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നോ എന്ന കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ദിവസം ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇന്ന് വൈശാഖനെ പ്രധാനമായിട്ടും 3 ഇടങ്ങളിലാണ് തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത്. രാവിലെ ഈ കൊലപാതകം നടന്നിട്ടുള്ള ഇൻഡസ്ട്രിയിലായിരുന്നു തെളിവെടുപ്പിനായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ജ്യൂസ് കടയിൽ, അതായത് ജ്യൂസ് വാങ്ങി ആ ജ്യൂസിൽ ഉറക്കഗുളിക കലർത്തി കൊടുത്താണ് ഈ യുവതിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ജ്യൂസ് കടയിലെത്തി ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തി. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന തെളിവെടുപ്പ് എന്ന് പറയുന്നത് മെഡിക്കൽ ഷോപ്പിലാണ്. ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഈ ഉറക്കഗുളിക വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ്, ഈ തെളിവെടുപ്പ് നടക്കുന്നതിനിടയിലാണ് ഈ പ്രതിയായിട്ടുള്ള വൈശാഖൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതായത്, ഞങ്ങൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആദ്യം പെൺകുട്ടി മരിച്ചു, തനിക്ക് മരിക്കാൻ പറ്റാത്തതിൽ കുറ്റബോധമുണ്ട്, കൊലപാതകമല്ല ആത്മഹത്യയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. മാത്രവുമല്ല, താൻ ആശുപത്രിയിൽ കിടക്കുന്ന ഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ താൻ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന കാര്യവും വൈശാഖൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഇനി കുറെ കൂടി വ്യക്തതകൾ കൈവരേണ്ടതുണ്ട്. എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവെന്ന് പറയുന്നത് CCTV ദൃശ്യങ്ങളാണ്. ആ CCTV ദൃശ്യം പോലീസിന്റെ കൈവശമുണ്ട്. മറ്റിടങ്ങളിൽ, അതായത് ഈ ജ്യൂസ് കട, അതുപോലെ തന്നെ ഈ ഗുളിക വാങ്ങിയിട്ടുള്ള മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയ ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതിയായിട്ടുള്ള വൈശാഖന്റെയും ഈ പെൺകുട്ടിയുടെയും മൊബൈൽ ഫോണും അതിലെ വിശദാംശങ്ങളും റിക്കവർ ചെയ്യാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഡയറിയിൽ നിന്ന് താൻ ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്ന തരത്തിലുള്ള ചില കുറിപ്പുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് തെളിവെടുപ്പ് നടപടികൾ തുടരും. അടുത്ത ദിവസം ഒരുപക്ഷെ വൈശാഖനെ ഈ വീട്ടിലും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമാകാൻ സാധിച്ചിട്ടുള്ളത്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.